കേരളത്തിലെ സർപ്പക്കാവുകളെക്കുറിച്ചുള്ള അന്വേഷണ യാത്രയുടെ ഭാഗമായാണ് ഞങ്ങൾ വിസ്മയിപ്പിക്കുന്നതും നിഗൂഢതകൾ നിറഞ്ഞതുമായ പുലക്കണ്ടി നാഗക്കാവിലെത്തുന്നത്. കോഴിക്കോട് ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ചോമ്പാല എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ആവിക്കരത്തോടും കടലും സംഗമിക്കുന്നിടത്താണ് പ്രകൃതിരമണീയവും അപൂർവ സസ്യജാലങ്ങളാൽ സമ്പന്നവുമായ അനേകം പക്ഷികളും ജീവജാലങ്ങളും വാസസ്ഥലമാക്കിയ പുലക്കണ്ടി നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത്. തറവാടിൻ്റെ ഈ കാവ് പ്രകൃതി സംരക്ഷണം കൂടി ആണ് ഉദ്ദേശിക്കുന്നത്. വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇനിയില്ല. നമ്മൾ മതിൽ കെട്ടുന്ന ഒരു പരിപാടിയുണ്ട്, അതേ ഉദ്ദേശിക്കുന്നത്. പരശുരാമൻ തീർത്ത 32 തളികളിൽ ഒന്നാണ് ചോമ്പാൽ തളി. ചോമ്പാൽ തളി ഒരു കാലത്തെ കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 3 വൻ നദികൾ ഈ പ്രദേശത്തുകൂടെ പടിഞ്ഞാറോട്ടൊഴുകിയിരുന്നു. ഒന്ന് ഡോബിക്കുളം വഴിയും മറ്റൊന്ന് കല്ലാമല ചോമവയൽ വഴിയും. ആവിക്കരയുടെ മുന്നിലൂടെ ഒഴുകിയത് കണ്ണൻകൈപ്പുഴയായിരുന്നു. കണ്ണൻകൈപ്പുഴ ആഴിയുമായി ചേരുന്ന പ്രദേശമാണ് ആഴിയുടെ കര എന്ന അർത്ഥത്തിൽ ആവിക്കര എന്ന് മാറിയത്. ഇന്ന് കാണുന്ന ആവിക്കരത്തോട് കണ്ണൻകൈപ്പുഴയുടെ ഭാഗമായിരുന്നു. വ്യാപാരാവശ്യത്തിന് വിദേശികളടക്കം ഒട്ടനവധി പേർ ഈ പ്രദേശത്ത് വന്നിരുന്നതായി യൂറോപ്യൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഒട്ടനവധി ബ്രാഹ്മണ ഇല്ലങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇന്ന് പുലക്കണ്ടി നാഗക്കാവ് നിൽക്കുന്ന സ്ഥലത്തെ ശക്തമായ നാഗചൈതന്യം അവർ മനസ്സിലാക്കി പവിത്രമായ ആരാധനാക്രമത്തോടെ കാവ് സംരക്ഷിച്ചു പോന്നിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരരേഖ പ്രകാരം കേരളത്തിലെ തുറമുഖ നഗരങ്ങളായ കൊടുങ്ങല്ലൂരും ചൊമ്പൈൻ എന്ന് വിദേശികൾ വിളിച്ചിരുന്ന ഇന്നത്തെ ചോമ്പാൽ ദേശവും പ്രകൃതിക്ഷോഭത്താൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഈ പ്രദേശം മുഴുവൻ കടലെടുത്ത് പൂർണ്ണമായും പൂഴിപ്പരപ്പായി മാറി. ഇന്ന് കാവ് നിൽക്കുന്ന സ്ഥലം പുലക്കണ്ടി രാഘവൻ എന്നവരുടെ ഉടമസ്ഥതയിലാവുകയും അതിനുശേഷം ആരെയും അതിശയിപ്പിക്കുന്ന അത്ഭുതകരങ്ങളായ പല സംഭവങ്ങളിലൂടെയും കാവിലെ നാഗചൈതന്യം നാട്ടുകാർ തിരിച്ചറിയുകയും തുടർന്ന് പ്രശ്നചിന്ത നടത്തി രാഘവൻ്റെ നേതൃത്വത്തിൽ കാവിൽ ചിത്രകൂടം സ്ഥാപിച്ച് ആരാധന തുടങ്ങുകയും ചെയ്തു. പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആവിക്കര ക്ഷേത്രത്തിലെ നാഗചൈതന്യം ആദ്യമെത്തിയത് പുലക്കണ്ടി നാഗക്കാവിലാണെന്നും അവിടെ നിന്ന് രണ്ടും രണ്ടായതാണെന്നും പഴമക്കാർ പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. ഇന്നത്തെ കാലത്ത് പോലും ചിലവിൻ്റെ കാര്യമാലോചിച്ചാൽ നടത്താൻ ഭയപ്പെട്ടിരുന്ന നാഗപ്പാട്ട് ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപേ പുലക്കണ്ടി രാഘവൻ്റെയും ഭാസ്കരൻ്റെയും നേതൃത്വത്തിൽ ഈ കാവിൽ നടത്തിയിരുന്നു എന്നത് ഏറെ വിസ്മയമുളവാക്കുന്നതാണ്. ഞങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ഒരു നാഗപ്പാട്ടിന് കഴിക്കണം എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു. അപ്പം 40 ദിവസം ഞങ്ങൾ വ്രതം എടുത്ത് ആയിക്കര പോയി കുളിച്ചു തൊഴുത് വന്ന് എന്നിട്ട് മൂന്നാം ദിവസം കാലത്തിലിരുന്ന് ആ പാട്ട് കഴിച്ച് ആ പാട്ട് കഴിക്കാനൊക്കെ ഓർമ്മയുണ്ട്. ഭയങ്കര ഒരുപാട് ആളുണ്ടായിരുന്നു. കാലത്തിൻ്റെ മാറ്റത്തിൽ പൂർവികർക്ക് ആരാധനാ പിഴവ് സംഭവിച്ചു. പിന്നീട് അനർത്ഥങ്ങളുടെ പേമാരിയായിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ചേന്നമംഗലം ശ്രീനാഥ് പണിക്കരുടെ നേതൃത്വത്തിൽ താമ്പൂല പ്രശ്നം നടത്തുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പ്രമുഖ ജ്യോതിഷരത്നം ഉള്ളിയേരി രാരിച്ചൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വർണപ്രശ്നം നടത്തുകയും പ്രശ്നചിന്തയിൽ കാവിൽ നാഗചൈതന്യത്തോടൊപ്പം ശക്തമായ ശിവസാന്നിധ്യവും കൂടാതെ ദേവി, കുട്ടിച്ചാത്തൻ, ഗുളികൻ എന്നിവരുടെ സാന്നിധ്യവുമുണ്ടെന്ന് തെളിഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി കാവിൽ മണിനാഗത്തിൻ്റെയും കരിനാഗത്തിൻ്റെയും പ്രതിഷ്ഠകൾ നടത്താൻ നിർദ്ദേശിച്ചു. തുടർന്ന് വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഷൊർണൂർ കുളപ്പുരത്തില്ലം ബ്രഹ്മശ്രീ കൃഷ്ണകുമാർ തിരുമേനിയുടെ നേതൃത്വത്തിൽ 2024 ജൂലൈ 7 പ്രതിഷ്ഠാകർമ്മം നടത്തി. ക്ഷേത്രം തന്ത്രിയായ ഏറാഞ്ചേരി ഇല്ലത്ത് പ്രസാദ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വർഷവും കന്നിമാസത്തിലെ ആയില്യം നാളിൽ നടക്കുന്ന നാഗഊട്ട് മാത്രമാണ്
ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. നിത്യവിളക്കോ ആരാധനാക്രമമോ ഇവിടെയില്ല. സമീപത്തെ ആവിക്കര ക്ഷേത്ര ഉത്സവത്തിൻ്റെ ആദ്യ 2 ദിനവും ഇവിടെ പരമ്പരാഗതമായി നടന്നുവരുന്ന വിളക്ക് വെച്ച പ്രാർത്ഥന ഇന്നും തുടരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിളക്ക് തെളിക്കലാണ്. ആ വിളക്ക് തെളിക്കൽ ചടങ്ങ് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ആണ്. പ്രശ്നം അത് കൃത്യമായും ഭംഗിയായും തുടരാനാണ് ഇവിടെ രൂപീകരിച്ച കുടുംബ ട്രസ്റ്റിൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ കാവിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് കാവ് സംരക്ഷിക്കുന്നത് പുലക്കണ്ടി നാഗക്കാവ് ട്രസ്റ്റാണ്. കാവ് പ്രകൃതിയാണെന്നും പ്രകൃതി തന്നെയാണ് ദൈവവും എന്ന വലിയ ചിന്തയിൽ വിശ്വസിക്കുന്ന ട്രസ്റ്റ് അംഗങ്ങൾ കാവിൽ പരമാവധി സസ്യജാലങ്ങൾ നട്ടുവളർത്തി ആരാധനയ്ക്കൊപ്പം കാവ് എല്ലാ ജീവജാലങ്ങൾക്കും ആശ്വാസമാകുന്നൊരിടം എന്നുകൂടെ ആക്കി മാറ്റുകയാണ്. ഈ ട്രസ്റ്റ് ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളി കാവിനെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുക എന്നതാണ്. ഉദാരമതികളായ ഭക്തർ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി സഹായ സഹകരണങ്ങളുമായി മുന്നോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ ദൈവചൈതന്യമാണ് കാവിലുള്ളത് എന്നാണ് പ്രശ്നചിന്തക്ക് വന്നവർ ഒന്നടങ്കം പറഞ്ഞത്. അതുകൊണ്ടുതന്നെ ഉള്ളറിഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈ ദേവസ്ഥാനത്ത് ഒരിക്കലെങ്കിലും വന്ന് തൊഴുക എന്നത് ഒരു പുണ്യമായിരിക്കും.